യാത്രയുടെ ശക്തിയെ കുറയ്ക്കുന്നതായിരിക്കും. ഇന്ന് പകൽക്കാലം പഠിക്കുന്നവർക്ക് പ്രോമിസുകൾ കൂടുതൽ പറയാൻ ദൈവം ശക്തി തരും. അമ്മമാർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക് വാഗ്ദത്തങ്ങൾ ഉരുവിട്ട് പറഞ്ഞാൽ ഒരു വാഗ്ദത്തം മതി നിന്റെ കുടുംബത്തെ മുഴുവനും ഉയർത്താൻ. പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഒരു ദൂത് വാങ്ങിച്ചാൽ മതി, ആ ദൂത് കൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി ചാർലി ക്ലിക്ക് എന്ന ആ യൗവനക്കാരൻ നിന്നപ്പോൾ അമേരിക്കൻ ഭരണകൂടം, അമേരിക്കയുടെ എല്ലാ ഹല്ലേലൂയ സ്തോത്രം പ്രസിഡന്റ് ഉൾപ്പെടെ സകലരും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ഹല്ലേലൂയ സ്തോത്രം കരം നീട്ടുവാൻ, അതിന് അനുകൂലമായി നിൽപ്പാൻ ദൈവം കൃപ കൊടുത്തു. ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തിൽ ഒരു യോദ്ധാവായിരിക്കട്ടെ, വിശ്വാസത്തിൽ ഒരു ധൈര്യശാലി ആയിരിക്കട്ടെ. പലപ്പോഴും നിന്റെ ഭവനത്തിലുള്ളവരാണ് നിന്റെ ശത്രു എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിൻ്റെ ശക്തിയെ കുറച്ച് കാട്ടരുത്. ഒരു മനുഷ്യരുമല്ല നിന്റെ ശത്രുക്കൾ. ഹല്ലേലൂയ സ്തോത്രം. നീ വിശ്വാസത്തിന് നിൽക്കുമ്പോൾ നിന്നോട് പോരാടുന്ന പൈശാചിക ശക്തികളുണ്ട്. ആ പൈശാചിക ശക്തികളാണ് ഹല്ലേലൂയ സ്തോത്രം ചാർലി ക്ലിക്കിനെ പോലെയുള്ള ദൈവഭൃത്യന്മാരെ കൊല്ലാൻ മനുഷ്യരെ ഉപയോഗിച്ചത്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു വാക്ക് പറയട്ടെ, നിങ്ങൾക്ക് ഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം അഴിക്കുവാനും ഭൂമിയിൽ കെട്ടുവാനും ദൈവം അധികാരം തന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നീ ഭൂമിയിൽ കെട്ടപ്പെടും, പണിയപ്പെടുക. നമ്മുടെ ദൈവം പണിയുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരു വർധനവ് നിനക്കുണ്ട്. വിശ്വാസത്തിൽ വർധനവ്, ആത്മീയ വർധനവ് നമുക്കുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വർധനവുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ പലപ്പോഴും നമ്മുടെ ആയുസ്സിനെ, ആരോഗ്യത്തെ, ശക്തിയെ ക്ഷയിപ്പിക്കുന്നതാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ദൈവം നിന്നെ ഹല്ലേലൂയ ഭൂമിയിൽ കെട്ടുവാനും ഹല്ലേലൂയ സ്തോത്രം ചിലതിനെ അഴിച്ചു മാറ്റുവാനും ദൈവം അധികാരം തരും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകൽക്കാലം നമ്മെ നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. അതുകൊണ്ട് നല്ലത് പറയാൻ, അധികാരത്തോടെ പറയാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഹല്ലേലൂയ നെഗറ്റീവായിട്ടുള്ളത് കൂടുതൽ പ്രവർത്തിക്കുന്നു എങ്കിൽ കർത്താവിനോട് പറയ്, കർത്താവേ എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എൻ്റെ കടങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമ തരുവാൻ ദൈവം ശക്തനാണ്. ക്ഷമിക്കുമെങ്കിൽ ദൈവം നമ്മെ വീണ്ടും ശക്തീകരിക്കും. പണിയാനായിട്ട് ശക്തിയായിരിക്കും. പണിയപ്പെടുവാൻ പറഞ്ഞാട്ട് പണിയപ്പെടുവാൻ ദൈവം എന്നെ പണിയപ്പെടുവാൻ ഉപയോഗിക്കും. നമുക്കറിയാം, നമുക്ക് ഒത്തിരി ക്യാഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. എന്നാൽ ഒത്തിരി ക്യാഷ് ഉണ്ടാക്കുവാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റുമോ? പെട്ടെന്ന് പറ്റത്തില്ല. പണിയപ്പെടുവാൻ പ്രയാസമാണ്, പൊളിക്കുവാൻ നിസ്സാരമാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം കെട്ടപ്പെടുക, നിങ്ങൾ പണിയപ്പെടുക, പ്രാർത്ഥിച്ച് പണിയപ്പെടുക, പ്രാർത്ഥിച്ച് പറയുക, പ്രാർത്ഥിച്ച് നേടുക, പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. അത് പറയണമെങ്കിൽ ഒരു ക്ഷമിക്കപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തോട് നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ഇന്ന് പകൽക്കാലം നമ്മുടെ കുറവുകൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ നടുവിൽ ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു ദൈവ പൈതൽ ഒരിക്കലും മറ്റുള്ളവരുടെ നടുവിൽ ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് സമർത്ഥിക്കുവാനല്ല, ദൈവത്തോട് ചെയ്ത തെറ്റുകളെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ ഭൂമിയിൽ കെട്ടുവാനും അഴിക്കുവാനുമുള്ള ഒരു അധികാരത്തോടെ നമ്മെ നിർത്തും. ഇന്ന് പകൽക്കാലം അധികാരത്തോടെ നമ്മെ ഉപയോഗിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, വിശ്വസിക്കുന്നവരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്.
നിനക്ക് വിശ്വാസത്തിന് വേണ്ടി എന്ത് പോരാട്ടം സംഭവിച്ചാലും അനേകരെ പണിയപ്പെടുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. ഒരു ചാർലിക്കൊക്കെ നഷ്ടപ്പെട്ടുവെങ്കിൽ 10,000-കണക്കിന് അതേപോലെയുള്ള യൗവനക്കാര് ഇന്ന് അദ്ദേഹത്തിന് തൻ്റെ 31-ാമത്തെ വയസ്സ് തനിക്ക് ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അനേകരെ നേടുവാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെയും ഉപയോഗിക്കും. ദൈവം നമ്മെ ഉപയോഗിക്കും. ഇനിയും ദൈവം നമ്മെ ശക്തമായി ഉപയോഗിക്കും. ഉപയോഗിക്കത്തില്ല എന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പറഞ്ഞുകൊണ്ട് നടക്കരുത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പറയണം, എന്നെ ഉപയോഗിക്കുവാനുള്ള ഒരു പാത്രമാണ്. ദൈവം എന്നെ കുടുംബത്തിൽ ഉപയോഗിക്കും, എന്നെ സമൂഹത്തിൽ ഉപയോഗിക്കും, എന്നെ ദേശത്തിൽ ഉപയോഗിക്കും. ഇന്ന് പകൽക്കാലം ഈ പ്രോഗ്രാം കാണുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം നൽകപ്പെട്ടിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. ഭൂമിയിൽ ഹല്ലേലൂയ വിശ്വാസത്താൽ കെട്ടുവാനും ഭൂമിയിൽ ദൈവമക്കൾക്ക് വിരോധമായിരിക്കുന്നതിനെ അഴിക്കുവാനും സ്വർഗം ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഇന്നെൻ്റെ പ്രോഗ്രാം കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ അധികാരം ദൈവം നൽകിയിരിക്കുന്നു. അബ്രഹാമിന് 75-ാമത്തെ വയസ്സിൽ ഭൂമിയിലെ സകല വംശങ്ങളിലും നീ അനുഗ്രഹിക്കപ്പെടുമെന്ന വിശ്വാസത്തിന്റെ ഒരു താക്കോൽ വചനം കൊടുത്തു, ഒരു ദൂത് കൊടുത്തു. അതിനെ 100 വയസ്സ് ആകുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ ഇന്ന് പകൽക്കാലം ചില വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. തലമുറകൾ ഇല്ലാത്തവർക്ക് തലമുറകൾ കിട്ടട്ടെ, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടട്ടെ. വിശ്വാസത്താൽ അധികാരത്തോടെ പറയുന്ന കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ ഭാവിയിൽ, ഇവരുടെ ഫ്യൂച്ചറിൽ അത് നിറവേറപ്പെടട്ടെ. സഭ പണിയപ്പെടട്ടെ, ദൈവരാജ്യം പണിയപ്പെടട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ അഴിയട്ടെ. ദൈവമക്കൾക്ക് വിരോധമായി പോരാടുന്ന പൈശാചിക മണ്ഡലങ്ങൾ അഴിയപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ പരസ്പരം ക്ഷമിക്കുന്നവരായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവരാജ്യം പണിയപ്പെടുമ്പോൾ ഞങ്ങൾ പരസ്പരം ക്ഷമിക്കുന്നവരായിരിക്കട്ടെ. ആയിരങ്ങളെ 10,000-ങ്ങളെ നേടുവാൻ കർത്താവ് പ്രയോജനപ്പെടുത്തുന്ന പാത്രങ്ങളായി അധികാരത്തോടെ ഈ പ്രിയപ്പെട്ടവരെ ദൈവം നിറച്ച് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ഭാരങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആശീർവാദം. എഴുന്നേറ്റ് നിൽക്കാം. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ